ജെറമിയ 5:7 ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. പ്രാർത്ഥിച്ചോ? ദൈവമേ, സമൃദ്ധി കിട്ടിയപ്പോഴാ തിന്മ ചെയ്ത്. ഇന്നാളൊരു മകള് വിദേശത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, നാട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് ദൈവത്തെ നല്ല ഇഷ്ടമായിരുന്നു, വിശുദ്ധിയിലുള്ള ജീവിതമായിരുന്നു. പക്ഷെ ദൈവം എന്നെ വിദേശത്ത് കൊണ്ടുവന്നു, നല്ല ജോലി തന്നു, നല്ല ശമ്പളം തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് വഴിതെറ്റിയത് ഈ സമൃദ്ധിയിലാണ്, ഈ വിദേശത്ത് വെച്ചാണെന്ന് അവൾ എന്നോട് സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, സ്വസ്ഥത കിട്ടിയപ്പോൾ തിന്മ ചെയ്തു എന്ന് ദൈവം നെഹമ്യായിലൂടെ പറഞ്ഞില്ലേ? സ്വസ്ഥത കിട്ടിയപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തെന്ന് ഇനി ആവർത്തിക്കരുത്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ല സഹോദര, ഇല്ല. ഞാൻ പറഞ്ഞു, ഈ വാക്ക് ദൈവം സന്തോഷത്തോടെ സ്വീകരിക്കുക. അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരു കർത്താവ്. ഇത് കർത്താവ് തന്നൊരു സന്ദേശം. സമൃദ്ധി ലഭിക്കുമ്പോൾ, സ്വസ്ഥത കിട്ടുമ്പോൾ, സമാധാനം ലഭിക്കുമ്പോൾ, കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമ്പോൾ ദൈവത്തെ ഉപേക്ഷിക്കില്ല, പാപത്തിലേക്ക് പോവില്ല, തിന്മയുടെ വഴി ഞാൻ പിന്തുടരില്ല, ദൈവത്തിൽ നിന്ന് അകലില്ല, കർത്താവിനെ മറക്കില്ല എന്ന് ഒന്ന് വാഗ്ദാനം ചെയ്യാം. നിനക്കെന്നെ വിശ്വസിക്കാൻ ദൈവമേ. നമുക്ക് ദൈവത്തെ എക്കാലവും നല്ല സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കാം. പക്ഷേ ദൈവത്തിന് നമ്മളെ വിശ്വാസം പോരാ പ്രിയപ്പെട്ടവരെ. ഉൽപ്പത്തി മുതൽ ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചൊരു കാര്യം അത്. കർത്താവ് എന്താ പറഞ്ഞ്? ആ പുരുഷന് ഇണയായിട്ട് ഒരു സ്ത്രീയെ ദൈവം കൊടുത്തു. എന്നിട്ട് ആ ദമ്പതികളോട് ദൈവം മറ്റൊന്നും ആവശ്യപ്പെട്ടില്ല. നിങ്ങൾ ഈ തോട്ടത്തിൽ ഇഷ്ടമുള്ളത് കഴിച്ചോ, നിങ്ങൾ എവിടെ വേണമെങ്കിൽ ഉലാത്തിക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഭക്ഷിച്ചോ, പറിച്ചു തിന്നോ, എല്ലാമുണ്ട്. നിങ്ങൾക്ക് നെറ്റിയിൽ നിന്ന് വിയർപ്പ് വരേണ്ട കാര്യമില്ല. ഒന്നിനും ഇവിടെ ഒരു കുറവില്ല. നിങ്ങൾ ഉല്ലസിച്ചോ, ആനന്ദിച്ചോ. പക്ഷേ ആ തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. പക്ഷേ സമൃദ്ധി കിട്ടിയപ്പോൾ, കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയപ്പോൾ, ആനന്ദം വന്നപ്പോൾ അവരിതാ ദൈവത്തെ ഉപേക്ഷിച്ചു പ്രിയമക്കളെ. അവർ പിശാചിനോട് കൂട്ടിച്ചേർന്ന് പാപം ചെയ്തു. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദൈവത്തിൻ്റെ മനസ്സ് മുറിവേറ്റു. ആ ഒരു ഭയം ദൈവത്തിന് കിടക്കുക, ആ ഒരു വേദന ദൈവത്തിൻ്റെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ദൈവം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിലും കർത്താവ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഫറവോൻ്റെ കൊട്ടാരത്തിൽ നിറയെ തവളകളും പാറ്റകളും മറ്റ് ശല്യങ്ങളൊക്കെ നിറഞ്ഞപ്പോൾ ഫറവോൻ എളിമപ്പെട്ടിട്ട് ഫറവോൻ പ്രാർത്ഥിച്ചു. മോശയോടും അഹറോനോടൊക്കെ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്ക്, ഈ തവളയുടെയൊക്കെ ശല്യം ഒന്ന് മാറ്റിത്തായോ, ഞാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കാം ദൈവത്തെ ആരാധിക്കാനായിട്ട്, എന്നോട് ക്ഷമിക്ക്, ഈ ശല്യം ഒന്ന് മാറ്റിത്താന്നൊക്കെ പറഞ്ഞ് അപേക്ഷിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞിട്ട് ആ ശല്യങ്ങളൊക്കെ മാറ്റി പ്രിയമക്കളെ. പക്ഷേ പുറപ്പാട് പുസ്തകം 8:15 പറയാണ്, സ്വൈരം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഫറവോൻ്റെ ഹൃദയം കഠിനമായി പ്രിയമക്കളെ. സ്വൈരം ലഭിച്ചു എന്ന് കണ്ടപ്പോൾ, സ്വസ്ഥത കിട്ടിയെന്ന് കണ്ടപ്പോൾ, സമാധാനം കിട്ടിയെന്ന് കണ്ടപ്പോൾ, ശല്യങ്ങളൊക്കെ മാറിപ്പോയി, ജീവിതത്തിൽ ആനന്ദം വന്നു എന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞ പോലെ തന്നെ, ദൈവം പറഞ്ഞിരുന്നു, ദൈവത്തിന് അറിയാമായിരുന്നു വീണ്ടും ഫറവോൻ ഹൃദയം കഠിനമാക്കുന്നു. അതാ സംഭവിച്ച്. സ്വൈരം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ ഫറവോൻ ഹൃദയം കഠിനമാക്കി. ദൈവത്തെ ആരാധിക്കാൻ ഇസ്രായേൽ ജനത്തെ വിട്ടയച്ചില്ല. പറഞ്ഞ വാക്കെല്ലാം പോയിന്നേ. നമ്മളും അങ്ങനെയല്ലേ? നമ്മളും ആ ദുരവസ്ഥയിൽ, കർത്താവെ ഇനി പാപം ചെയ്യില്ല ദൈവമേ, ഇനി തെറ്റ് ചെയ്യില്ല, എന്നോട് ക്ഷമിക്കണം, ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയാണ്, ഇനി ചെയ്യില്ല എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് ആ തമ്പുരാൻ്റെ മുമ്പിൽ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് അനുദപിച്ച് നേർവഴിയിലൂടെയൊക്കെ കുറേ നാൾ സഞ്ചരിച്ച് കഴിഞ്ഞ് ദൈവം ആ കാര്യങ്ങളൊക്കെ നടത്തി തരുമ്പോൾ വീണ്ടും ഇതാ തിന്മയിലേക്ക് പോവുക, അശുദ്ധിയിലേക്ക് പോവുക, ദൈവത്തെ ഉപേക്ഷിക്കുക, അന്യദൈവത്തെ ആരാധിക്കുക, ദൈവമല്ലാത്തതിനെ കൂട്ടുപിടിക്കുക, കർത്താവിനെ തള്ളിക്കളയുക പ്രിയമക്കളെ. ഈ ഒരു കാര്യം ദൈവത്തിൻ്റെ മനസ്സിലൊരു ഭയപ്പാടോടെ നിലനിൽക്കുന്നുണ്ട്.
പുറപ്പാട് പുസ്തകം 8:15 വായിച്ച ആരെങ്കിലും? സ്വൈര്യം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി, അവൻ അവരുടെ വാക്ക് ശ്രദ്ധിച്ചില്ല. സ്വൈരം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി. പ്രിയമക്കളെ, ഫറവോയുടെ ഹൃദയം കഠിനമായി. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം പ്രിയമക്കളെ, എൻ്റെ പരിചയത്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ. അദ്ദേഹം ഒരിക്കൽ ശക്തമായ വയറുവേദന, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, അഡ്മിറ്റ് ആവണം. അങ്ങനെ കുറേ മരുന്നെല്ലാം കഴിച്ച് ഓപ്പറേഷനൊക്കെ തീയതിയൊക്കെ നിശ്ചയിച്ച് അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്ക് ഓപ്പറേഷനാണ്, പ്രാർത്ഥിക്കണം. ശക്തമായ വയറുവേദനയാണ്. ഇങ്ങനെ കുനിഞ്ഞിരിക്കും അദ്ദേഹം വയറിൽ കൈ കൊടുത്തിട്ട്. അത്ര കാഠിന്യമുള്ള വയറുവേദന പ്രിയമക്കളെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓപ്പറേഷന് മുൻപ് ഇദ്ദേഹം, അന്ന് ഡിവൈൻ ധ്യാനമന്ദിരമാണ് ഫേമസ്, ഇദ്ദേഹം ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ പോയി ഒരു ധ്യാനം കൂട്. ഒരു പക്ഷേ കർത്താവ് ആ ഓപ്പറേഷൻ മാറ്റി കളഞ്ഞേക്കാം. ഇദ്ദേഹം ചെല്ല്, വിശ്വസിക്ക്. എന്തോ ദൈവം അദ്ദേഹത്തിന് പ്രേരണ കൊടുത്തു. അദ്ദേഹം ലീവ് എടുത്ത്, ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അദ്ദേഹം ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ പോയി 5 ദിവസം ധ്യാനിച്ചു. ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ അവിടെ വിളിച്ചു പറഞ്ഞു, പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന പേരുള്ളൊരു സഹോദരൻ്റെ വയറിൻ്റെ അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റുന്നു, ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യം കൊടുക്കുന്നു എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. ആ വിളിച്ച് പറഞ്ഞ ആ നിമിഷം തൊട്ട് ആ മനുഷ്യന് വയറുവേദന അനുഭവിച്ചിട്ടില്ല. അദ്ദേഹം എന്നിട്ട് നാട്ടിൽ വന്ന് അദ്ദേഹം ഡോക്ടറെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ വീണ്ടും എക്സ്റേയും സ്കാനിങ് എല്ലാം ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞു, സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ട്, എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് ഓപ്പറേഷൻ വേണ്ടെന്ന ഡോക്ടർ പറഞ്ഞ് ആനന്ദമായി. പിന്നെ അദ്ദേഹം നടക്കുന്ന വഴിയിലൊക്കെ അദ്ദേഹം എല്ലാവരോടും സാക്ഷ്യപ്പെടുത്താൻ തുടങ്ങി. ഡിവൈനി പോയിക്കോ, വചനം കേട്ടോ, യേശുവിൽ വിശ്വസിച്ചോ, ദൈവവചനത്തിന് ശക്തിയുണ്ട്, എനിക്ക് സൗഖ്യം കിട്ടി. നിങ്ങൾ കണ്ടിട്ടില്ലേ ഞാനിങ്ങനെ വയറും പൊത്തി കുനിഞ്ഞിരിക്കുന്നത്, വേദന സഹിക്കാൻ വയ്യാതെ? അതെല്ലാം സൗഖ്യം കിട്ടി, ഓപ്പറേഷനോ മരുന്നോ ഒന്നുമില്ലാതെ. അയാൾ വലിയൊരു സാക്ഷിയായിട്ട് മാറി പ്രിയമക്കളെ. എനിക്കും വലിയ സന്തോഷമായി. മാസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പ്രിയമക്കളെ, ഞാൻ ഒരു വഴിയിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു അന്യദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലത്ത് ഒത്തിരി പേര് നിന്ന് അന്യദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കി. പരിചയമുള്ളൊരു വ്യക്തി. നോക്കിയപ്പോൾ ഈ വ്യക്തിയായിരുന്നു പ്രിയമക്കളെ, ഇദ്ദേഹമായിരുന്നു അത്. അവിടെ വണ്ടി നിർത്തി ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം നല്ല ട്രാഫിക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പണിയായി ചെയ്ത്? എനിക്ക് നല്ല സങ്കടമായി അത് കണ്ടപ്പോൾ. ദൈവത്തെ പ്രസംഗിക്കുന്ന പാപിയായ എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ വലിയ വേദന തോന്നി പ്രിയമക്കളെ. എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തിരിക്കുന്നു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു, ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയാത്ത പൊട്ടക്കിണർ കുഴിച്ചു. കർത്താവിനത് വലിയ വേദനയാണ്. ജെറമിയ 2:13 വചനം അത്. എൻ്റെ ജനം 2 തിന്മകൾ ചെയ്തിരിക്കുന്നു. 1, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലം സംഭരിച്ചു വയ്ക്കാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ചു. എന്ത് പണി ഇദ്ദേഹം ചെയ്ത്? ഓപ്പറേഷൻ മാറ്റി തന്ന് കർത്താവ് മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ ദൈവവചനത്താൽ സൗഖ്യം തന്നതല്ലേ ജീവിക്കുന്ന യേശു. ആകാശത്തിന് കീഴെ ഭൂമിയിൽ
മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ദൈവപുത്രൻ ഇന്നും ജീവിക്കുന്നവൻ, മരിച്ച് പാതാളത്തിലിറങ്ങി പ്രവചനപ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഈശോ, ആ ഈശോ അല്ലേ സൗഖ്യം തന്ന്, ആ കർത്താവല്ലേ സൗഖ്യം തന്ന് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ. എന്നിട്ട് ആ ദൈവത്തെ ഉപേക്ഷിച്ച് പൊട്ടക്കിണർ കുഴിക്കാൻ പോയത്, അത് കണ്ട പാപിയായ എനിക്ക് പോലും ഇത്ര വേദനിച്ചെങ്കിൽ ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ മനസ്സ് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും, എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു കൂസലുമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സണ്ണി, അതൊക്കെ അങ്ങനെ സംഭവിക്കും. നെഹമിയ 9:28 ഒരു വചനം കർത്താവ് പറയുന്നുണ്ട്, എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. നോക്ക് പ്രിയ മക്കളെ, അവിടുന്ന് ഇതിന് വ്യാഖ്യാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതാരും വ്യാഖ്യാനിച്ചു തരേണ്ട കാര്യമൊന്നുമില്ലെന്ന്, ഇതാരും വിവരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നുകൂടി വായിച്ച വചനം കേട്ടോളൂ. എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. സമാധാനം കിട്ടിയപ്പോൾ വീണ്ടും തിന്മ ചെയ്തു. ഞാനും അങ്ങനെ തന്നെയല്ലേ? സ്വസ്ഥത കിട്ടുമ്പോൾ, സമാധാനം കിട്ടുമ്പോൾ അപ്പം പിന്നെ വഴികൾ മാറിപ്പോവാന്നേ. സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി വയറ് പട്ടിണി കിടക്കുകയാണെങ്കിൽ ഈ തിന്മ ചെയ്യാൻ പറ്റുമോ പ്രിയ മക്കളെ? വയറ് വിശന്ന് പട്ടിണി കിടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ പാപം ചെയ്യാൻ പറ്റുമോ? ഞാൻ അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു, അവരാകട്ടെ വ്യഭിചാരത്തിൽ മുഴുകി. നെഹമ്യ 9:28 എന്താ പറഞ്ഞ്? സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. രോഗശാന്തി കിട്ടിയപ്പോൾ അവർ വീണ്ടും പാപം ചെയ്തു. സമാധാനം കിട്ടിയപ്പോൾ അവർ വീണ്ടും തിന്മയുടെ വഴിയിലേക്ക് പോയി. ആ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയപ്പോൾ അവർ വീണ്ടും മദ്യത്തിലും കോലാഹലത്തിലൊക്കെ ഇടപെട്ടുന്നേ. സ്വസ്ഥത കിട്ടിയപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു കോടീശ്വരനായ നല്ല സമ്പത്തുള്ള മനുഷ്യൻ, അദ്ദേഹം മദ്യപാനവും തിന്മയും മൂലം അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ പ്രിയ മക്കളെ, അദ്ദേഹത്തെ ഒരിക്കൽ പാമ്പ് കടിച്ചു. അദ്ദേഹം മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി പാമ്പ് കടിച്ചു ആ മനുഷ്യനെ. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ICUവിലെല്ലാം കയറ്റി. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവൻ കർത്താവ് രക്ഷപ്പെടുത്തി കൊടുത്തു. മാത്യു നായിക്കമ്പറമ്പിലച്ഛനോട് അദ്ദേഹത്തിൻ്റെ ആരോ പറഞ്ഞ്, അച്ഛാ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം പറഞ്ഞ് മാത്യു നായിക്കമ്പറമ്പിലച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആശുപത്രിയിൽ ചെന്നു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇനി മദ്യപിക്കരുത് കേട്ടോ, ജീവൻ രക്ഷപ്പെടും, ഞാൻ പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഓടി നടക്കും, ജോലി ചെയ്യും, പക്ഷെ ഇനി ചെയ്യരുത് കേട്ടോ, ഇനി ചെയ്യരുത്. ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല, നീ പൊയ്ക്കോ, പക്ഷെ മേലിൽ ചെയ്യരുത്, ഇനി ചെയ്യാൻ പാടില്ല, ഇനി ഇത് ആവർത്തിക്കരുത്, ഞാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, പ്രവചനമെന്ന പോലെ ആ പാമ്പ് അവിടെ തന്നെയുണ്ട്, അത് ഇനിയും കടിക്കും കേട്ടോ, ആ പാമ്പ് അവിടെ തന്നെയുണ്ട്, അത് ഇനിയും കടിക്കും. ഞാൻ അവരുടെ മേൽ സർപ്പങ്ങളെ അയക്കും. ദൈവവചന. ആ പാമ്പ് അവിടെ തന്നെയുണ്ട്, ആ തകർച്ച അവിടെ തന്നെയുണ്ട്, ആ ദുരിതം അവിടെ തന്നെയുണ്ട്, ആ പ്രശ്നങ്ങളും കടബാധ്യതകളൊക്കെ അവിടെ തന്നെയുണ്ട്. ഇനി ആവർത്തിച്ചാൽ, ഇനി തിന്മയിലേക്ക് പോയാൽ, ഇനി അശുദ്ധിയിലേക്ക് പോയാൽ, സ്വസ്ഥത കിട്ടിക്കഴിയുമ്പോൾ, ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ, രോഗം മാറിക്കഴിയുമ്പോൾ, തിന്മകളെല്ലാം വിട്ടുപോയി കടബാധ്യതെല്ലാം മാറിക്കഴിയുമ്പോൾ, വീണ്ടും പാപത്തിൻ്റെ വഴിയിലേക്ക് പോയാൽ, വീണ്ടും ചെളിക്കുണ്ടിലേക്ക് പോയാൽ, സണ്ണിയോട് ദൈവം പറയാണ്, വീണ്ടും ആ കുളിച്ച പന്നി ചേറ്റിലേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ, വീണ്ടും ആ പാപത്തിൻ്റെ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ആ പാമ്പ് അവിടെ തന്നെയുണ്ട്, ആ തകർച്ച അവിടെ തന്നെയുണ്ട്, ആ പ്രശ്നങ്ങൾ അവിടെ തന്നെയുണ്ട്, ആ രോഗപീഠകൾ അവിടെ തന്നെയുണ്ട്, അതെല്ലാം അവിടെ തന്നെയുണ്ട്, അത് ഇനിയും കടിക്കും.
അതിനിയും നിന്നെ അറ്റാക്ക് ചെയ്യും, അതിനിയും നിന്നെ ആക്രമിക്കും. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രവചനമായിരുന്നു പ്രിയമക്കളെ. മാത്യു നായിക്കാൻ പറമ്പിൽ അച്ഛനിലൂടെ ദൈവം കൊടുത്ത പ്രവചനം തമ്പുരാനെ വളരെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ നീ എന്നെ വിശ്വസിക്കുക ദൈവമേ, ഞാൻ ഇനി ആവർത്തിക്കില്ല, ഞാൻ ഇനി നിൻ്റെ വഴി വിട്ടുപോയില്ല മരണം വരെ. ചിലപ്പോൾ കർത്താവ് ചില പരീക്ഷകൾ അനുവദിക്കുന്നേ, ചിലപ്പോൾ ദൈവം ചില പരീക്ഷണങ്ങൾ തരും. കർത്താവ് തന്നെ കൊടുത്ത 100-ാമത്തെ വയസ്സിൽ കൊടുത്ത ആ ഇസഹാക്ക് എന്ന മകന് അബ്രാഹത്തോട് എന്താ പറഞ്ഞ്, ആ മകനിലൂടെ നിനക്ക് കടൽ തീരത്തെ മണൽതരി പോലെ കുഞ്ഞുങ്ങളുണ്ടാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് മക്കളുണ്ടാകും ഈ ഇസഹാക്കിലൂടെ എന്ന് പ്രവചിച്ച അതേ ദൈവം തന്നെ ഒന്ന് പരീക്ഷിച്ചു അബ്രാഹത്തെ. അബ്രാഹമേ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയാമലയുടെ മുകളിൽ ചെന്ന് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് നീ ആ കുഞ്ഞിനെ ബലി അർപ്പിക്കണം, നീ ആ കുഞ്ഞിനെ ബലി അർപ്പിക്കണം. അബ്രാഹം പറഞ്ഞു, വിശ്വാസികളുടെ പിതാവായ അബ്രാഹം പറഞ്ഞു, ശരി കർത്താവേ. അങ്ങനെ ചില പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കും പ്രിയ മക്കളെ. നമ്മൾ വീണ്ടും തെന്നിപ്പോകുന്നുണ്ടോ? സൂക്ഷിക്കണം, സൂക്ഷിക്കണം പ്രിയപ്പെട്ടവരെ. ആ തിരി കെട്ടുപോകാതെ സൂക്ഷിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നിങ്ങനൊരു സന്ദേശം എനിക്കും നിങ്ങൾക്കും തന്നെ. ഞാനിവിടെ ഒരു വീഴാത്ത വ്യക്തി, ഒരു വിശുദ്ധനായ വ്യക്തി, നിങ്ങളെല്ലാവരും വീഴുന്ന വ്യക്തി തെറ്റിദ്ധരിക്കരുത് പ്രിയ മക്കളെ. എപ്പോൾ വേണമെങ്കിൽ വീഴ്ചയുണ്ടാകാം. നിൽക്കുന്നു എന്ന് കരുതുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. പക്ഷേ ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരുന്നു കഴിയുമ്പോൾ കർത്താവ് അനുഗ്രഹങ്ങൾ ചൊരിയും. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ ഉയർത്തും. നിനക്ക് നഷ്ടപ്പെട്ട മുന്തിരിത്തോട്ടം തിരികെ തരും ദൈവം. നിന്റെ നഷ്ടപ്പെട്ട സൽപ്പേര് തിരികെ തരും. നീ മറ്റുള്ളവരുടെ നേതാവാകാൻ ദൈവം നിന്നെ അനുവദിക്കുന്നേ. മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ താണ് വണങ്ങും, മറ്റുള്ളവർ നിന്നെ കാണുമ്പോൾ ബഹുമാനിക്കും. നീ വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിട്ട് മാറും. ഇത് ദൈവത്തിനൊരു വാഗ്ദാന പ്രിയ മക്കളെ. ഇത് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങളാണ്. അത് നിറവേറുമെന്ന് അങ്ങടെ വിശ്വസിച്ചോ, ഒരു സംശയമില്ല. അതിനുവേണ്ടി ദൈവം ചില പരീക്ഷകളൊക്കെ അനുവദിക്കുന്നേ. ആ സമയത്ത് നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, നീ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ. ഇന്നാളൊരു പെണ്ണ് ഞാൻ പറഞ്ഞില്ലേ, 8-10 തവണ OET എഴുതിയിട്ട് അവൾ ഫെയിലായി. അതുകൊണ്ട് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ വചനം പ്രസംഗിക്കരുത് സണ്ണി ബ്രദർ, സഹോദരൻ ഇനി വചനം പറയരുത്, മതി, ഒരു ദൈവമില്ല എന്നും പറഞ്ഞിട്ട് അവൾ ദൈവത്തെ നിന്ദിക്കാൻ തുടങ്ങി. നിന്ന വചനങ്ങൾ കൊണ്ട് ദൈവത്തെ അസഹ്യപ്പെടുത്തി പ്രിയ മക്കളെ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. തമ്പുരാൻ തന്നില്ലേ നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹങ്ങളൊക്കെ തന്ന് 1.5 ലക്ഷത്തോളം രൂപ ഇന്ത്യൻ മണി ശമ്പളം തന്നില്ലേ, ഭർത്താവിന് നല്ല ജോലി, നാട്ടിൽ നല്ലൊരു കുടുംബം, നല്ലൊരു വീട്, കടബാധിതൊന്നുമില്ല, വണ്ടിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ദൈവം ഒരുക്കി തന്നിട്ടുണ്ട്. സ്വസ്ഥത കിട്ടിയപ്പോൾ ഇതുമൊരു തിന്മയല്ലേ, ഇതുമൊരു നന്ദികേടല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെ ദൈവത്തിന് വിശ്വസിക്കാം എന്ന് ദൈവത്തിന് തോന്നുന്ന പക്ഷം അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ ദൈവം ചൊരിയൂട്ടാ. എന്തിനാ സങ്കടപ്പെടുന്നത്? നമുക്ക് ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം ചെയ്യും. എത്രയോ തവണ ഞാനും നിങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു ദൈവത്തോട്, ദൈവമേ ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും സന്നദ്ധനാണ്. സന്നദ്ധയാണെന്ന് പറഞ്ഞില്ലേ, സന്നദ്ധനാണെന്ന് പറഞ്ഞില്ലേ നമ്മൾ? എവിടെ പോയി ഇപ്പോൾ? എവിടെ പോയി? വിവാഹ ദിവസം ദൈവത്തിൻ്റെ അഭിഷിക്തൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ്റെ മുമ്പിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്ന ആ സക്രാരിക്ക് മുന്നിൽ വെച്ച്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനമാകുന്ന ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ച് സത്യം ചെയ്ത ഭാര്യ ഭർത്താവ് ഏതവസ്ഥയിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ഇല്ലായ്മയിലും, സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും, ഏതവസ്ഥയിലും ഈ നിൽക്കുന്ന പങ്കാളിയെ സ്വീകരിക്കാൻ മരണം വരെ
സ്നേഹിക്കാമെന്നൊക്കെ വാക്ക് പറഞ്ഞ നമ്മൾ പലരും, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ചിലരുടെയൊക്കെ പങ്കാളികൾ എവിടെ പോയി നിൻ്റെ ജീവിത പങ്കാളി? നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക, നീ ചെന്ന് നിൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരിക. നമ്മളിൽ നിന്ന് ഇതാ മനസ്സുകൊണ്ട് പോലും ദൈവം യോജിപ്പിച്ചത് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ബൈബിളിൽ കൈവച്ച് പറഞ്ഞ സത്യം എവിടെ പോയി പ്രിയമക്കളെ? നമ്മുടെ കർത്താവ് ചോദിക്കുക. അതുകൊണ്ട് സ്വസ്ഥത കിട്ടിക്കഴിയുമ്പോൾ, സമാധാനം ലഭിച്ചു കഴിയുമ്പോൾ, സ്വൈരം ലഭിച്ചു കഴിയുമ്പോൾ, സമൃദ്ധി ലഭിച്ചു കഴിയുമ്പോൾ, സമൃദ്ധിയിൽ ദൈവമാര് എന്ന് നീ ചോദിക്കരുത്. സമൃദ്ധിയിൽ ദൈവമാര് എന്ന് നീ അഹങ്കരിച്ച് ചോദിക്കരുത്. കർത്താവ് എന്നോട് പറയുക, സണ്ണി, നിനക്ക് സമൃദ്ധി വന്നപ്പോൾ നീ എന്നെ വിട്ടുപോയില്ലേ? നിനക്ക് സമൃദ്ധി വന്നപ്പോൾ നീ പൊട്ടക്കിണർ കുഴിച്ചില്ലേ? നിനക്ക് സമൃദ്ധി വന്നപ്പോഴല്ലേ തിന്മ ചെയ്ത് ഓർത്ത് നോക്കിക്ക്. മാപ്പ് ചോദിക്കാൻ വീണ്ടും താതാത്മ്യപ്പെടാം ദൈവത്തോട്, വീണ്ടും രമ്യപ്പെടാം. ഇനി ചെയ്യില്ല ദൈവമേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കട്ടെ ദൈവജനമേ. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ നീ ഉപേക്ഷിച്ചു, പൊട്ടക്കിണർ കുഴിച്ചു. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപത്തിൻ്റെ മോചനത്തിനായി നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നെഹമ്യാ പ്രവചനത്തിലൂടെ ദൈവം പറഞ്ഞു, സ്വസ്ഥത ലഭിച്ചപ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തു. പുറപ്പാട് 8:15 കർത്താവ് പറഞ്ഞു, സ്വൈരം ലഭിച്ചെന്ന് കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ഫറവോയുടെ ഹൃദയം കഠിനമായി. സോറി കർത്താവേ, എൻ്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടി. അവർ അന്യദൈവത്തെ കുമ്പിട്ടു, ജീവജലത്തിൻ്റെ ഉറവയായ കർത്താവിനെ ഉപേക്ഷിച്ചു. മാപ്പുതാ ദൈവമേ. സോറി കർത്താവേ, കൃപ ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ പാപത്തെക്കുറിച്ച് കരയുവാനുള്ള കണ്ണീരെനിക്ക് തരണേ. വിശുദ്ധ അഗസ്തീനോസിൻ്റെ പ്രാർത്ഥന നമുക്ക് ആവർത്തിക്കാം. എൻ്റെ പാപങ്ങളെക്കുറിച്ച് കരയുവാനുള്ള കണ്ണുനീരെനിക്ക് തരണേ. കർത്താവെ, നിന്നിൽ നിന്ന് അകന്നു പോയി നിന്നെ മഹത്വപ്പെടുത്താനുള്ള സമയം പോലും ഞങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞു. നിന്നെ സാക്ഷ്യപ്പെടുത്താനുള്ള സമയത്ത് ഞങ്ങൾ ലജ്ജിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവന് എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അരുത് കർത്താവേ, തെറ്റിപ്പോയി ദൈവമേ, അറിഞ്ഞും അറിയാതെയും വേദനിപ്പിച്ചു ഈശോയെ. കരഞ്ഞനുദപിക്കട്ടെ, ഒരു തുള്ളി കണ്ണുനീരൊഴുകട്ടെ കണ്ണിൽ നിന്ന്. എൻ്റെ പാപത്തെക്കുറിച്ച് അനുദപിക്കാനുള്ള കണ്ണീരെനിക്ക് തരണേ. അനുദപിക്കുന്ന പാപിയെ നോക്കിക്കൊണ്ടാണ് ദൈവം സന്തോഷിക്കുന്നത്. കർത്താവ് ആനന്ദിക്കട്ടെ പൊന്നുമക്കളെ. ജീവജലത്തിൻ്റെ ഉറവയെ ഉപേക്ഷിച്ചതിന് മാപ്പ് ചോദിക്കട്ടെ. നിന്നെയാണ് ദൈവത്തിന് വേണ്ട, നിൻ്റെ പൈസയോ മറ്റു കാര്യങ്ങളൊന്നും അല്ലാതെ തമ്പുരാന് വേണ്ട. നിന്നെ വേണം. നീ പാപിയാണെങ്കിലും, നീ രോഗിയാണെങ്കിലും, ലോകം നിന്നെ വെറുത്ത വ്യക്തിയാണെങ്കിലും, ദൈവത്തിന് നിന്നെ വേണം. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. എനിക്കു വേണം നിന്നെ, നീ രോഗിയാണെന്നാലും. എനിക്കു വേണം നിന്നെ, നീ പാപിയാണെന്നാലും. ലോകം നിന്നെ വെറുത്താലും, ക്ലേശം നിന്നെ മതിച്ചാലും, എനിക്കു വേണം നിന്നെ, എനിക്കു വേണം നിന്നെ. കർത്താവേ, എന്നെ മുഴുവനായിട്ട് നിനക്ക് സമർപ്പിക്കുക ദൈവമേ. ഒരു വലിയ അനുതാപം ഞങ്ങൾക്ക് തരണേ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ വാഴ്ത്തുന്നു തമ്പുരാനെ. ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചോ.
ദിവ്യകാരുണ്യ ഈശോയെ ഓർത്തോ. ദിവ്യകാരുണ്യ ഈശോയെ മനസ്സിലോർത്തോ. ആരാധന 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 ആരാധന. ആരാധിക്കുന്ന ദൈവമേ, സങ്കടങ്ങൾ ഒഴുകിപ്പോട്ടെ നിൻ്റെ മക്കളുടെ. വേദനകൾ മാറിപ്പോകട്ടെ ഇപ്പോൾ തന്നെ. ആ നടുവേദനയുള്ള വ്യക്തിയെ നീ ഇപ്പോൾ തൊടുന്നുണ്ടല്ലോ കർത്താവേ, നന്ദി. കരച്ചിലും അസ്വസ്ഥതയും വിലാപവും പല്ലുകടിയുമായിട്ട് എപ്പോഴും തന്നെ ശപിച്ച് തൻ്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് ജീവിതത്തെ ശപിച്ച് ജീവിക്കുന്ന ഒരു മകനെ കർത്താവിത വലിയ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ നിരാശയുടെ കെട്ടുകളെ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജാതകം എഴുതി വെച്ചു അന്യദൈവ ആരാധന നടത്തിയിരുന്ന ഒരു വ്യക്തി ഇതാ പശ്ചാത്തപിക്കുന്നുണ്ട്. കർത്താവ് ഇടപെടുന്നു. പാപത്തിൻ്റെ മുറിവ് ദൈവം ഉണക്കുന്നുണ്ട് ആ വ്യക്തിയുടെ. ഒത്തിരി കൈകളുള്ള ഒരു വിഗ്രഹത്തെ കാണിച്ചു തരുന്നുണ്ട്. അതിൻ്റെ മുമ്പിൽ കുമ്പിട്ട് ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയോട് കർത്താവിത അനുദപിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പശ്ചാത്താപം നിറയട്ടെ ആ മകനിൽ ദൈവമേ. കരുണ ചൊരിയണ കർത്താവേ. ജാതകം എഴുതി വെച്ചിട്ടുണ്ട്, ഇനി അത് നോക്കരുതെന്ന് ഈശോ ആരോടോ വിലക്കുന്നുണ്ട്. നീ നക്ഷത്രഫലോ ജാതകമോ ഒന്നും നോക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവേ എന്നറിയണമേ, നീ നാള് നോക്കണ്ട. നീ ശരീരത്തിൽ പച്ച കുത്തരുത്, അത് ദൈവത്തിന് നിന്ദ്യമാണ്. കർത്താവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ നിൻ്റെ മക്കളിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവേ കരുണ വർഷിക്കണമേ. എല്ലാ ദുരിതങ്ങളും സങ്കടങ്ങളും മാറട്ടെ. ആരോ ഇരുന്ന് രഹസ്യമായിട്ട് കരയുന്നുണ്ട്. ആ വ്യക്തിയെ ഇതാ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്ന കാണുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തിയുടെ ശരീരം കോരിത്തരിക്കട്ടെ, അഭിഷേകം നിറയട്ടെ. ഇന്നലകളിലെ ദുഃഖങ്ങൾ മാറിപ്പോകട്ടെ. അനുതാപ കണ്ണീരൊഴുക്കുന്നുണ്ടാരോ? ഇരുകരങ്ങളും ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ വിളിച്ച് കരയട്ടെ ദൈവത്തെ. എൻ്റെ ഈശോയെ നന്ദി ദൈവമേ. സ്വരമുയർത്തി സ്തുതിച്ച് വിളിച്ച കർത്താവിനെ. ദാവീദിൻ്റെ പുത്ര കരുണ വർഷിക്കണമേ. യേശുവേ ആരാധന 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 ആരാധന. ശ്രീയ റബ്ബ 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 റബ്ബ. പ്രൈസ് ദി ലോർഡ്. മനോഹരമായൊരു വീട് വാങ്ങാൻ ആർക്കോ ഈശോ അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ആർക്കാണെന്നറിയില്ല. മനോഹരമായ ഒരു വീട് കാണിച്ചു തന്നു. ഒരു വീട് വാങ്ങാൻ ഈശോ അനുഗ്രഹം കൊടുക്കുന്നുണ്ട് ആർക്കോ. നന്ദി കർത്താവേ, നന്ദി ദൈവമേ. ഓർത്തോർത്തുള്ള ദുഃഖത്തിൽ നിന്ന് 3 പേർക്ക് വിടുതൽ കൊടുക്കുന്നുണ്ട് ദൈവം. കഴിഞ്ഞകാല ജീവിതത്തിലെ പാപത്തിൻ്റെ കുറ്റബോധം എടുത്തു മാറ്റി പ്രത്യാശയുടെ അഭിഷേകം 2 പേരിൽ കർത്താവ് നിറയ്ക്കുന്നുണ്ട്. വീണതിൻ്റെയോ മറ്റോ ഫലമാണെന്ന് തോന്നുന്ന മുട്ടിൻ്റെ വേദനയുള്ള ഒരു വ്യക്തിക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബം മുഴുവൻ വിശുദ്ധി പ്രാപിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണേ മക്കൾക്ക് വേണ്ടി. നിൻ്റെ മക്കളെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിക്കണേ അമ്മ. ശത്രു ഞങ്ങളെ തൊടാതിരിക്കട്ടെ. പാപമോ മരണമോ ഒന്നും ഞങ്ങളിലേക്ക് വരാതെ കാക്കണമേ. ലോകം, പാപം, പിശാച്ച് എന്നിവയിൽ നിന്ന് പരിപൂർണ വിടുതൽ ഞങ്ങൾക്ക് തരണമേ. നടുവേദനയുള്ള ആ വ്യക്തിയെ ഇപ്പം തന്നെ തൊടു ദൈവമേ. സങ്കടങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്ന ആരോ ഉണ്ട്. ഇതാ പരിശുദ്ധാത്മാവും കർത്താവായ യേശുവും പിതാവായ ദൈവവും ത്രിത്വിക ദൈവം ആ വ്യക്തിയുടെ കൂടെയുണ്ടെന്ന് സന്ദേശം തരുന്നുണ്ട്. ഞാൻ ഒറ്റയാണല്ലോ, ആരുമില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ ത്രിത്വിക ദൈവമുണ്ടെന്ന് സന്ദേശം തരുന്നു. സ്വീകരിക്കട്ടെ ആ കർത്താവിനെ. ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ നിറയണമേ. കൈകൾ കൂപ്പി കണ്ണടച്ചോ. പരിശുദ്ധ അമ്മയോട് പറയാം, അമ്മേ, കുരിശിൽ കിടന്ന് പിടയുന്ന നിൻ്റെ മകൻ
ഞങ്ങളെ അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന്. അവകാശത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. നിൻ പുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിന്റെ പുത്രനേൽപ്പിച്ചതാ ഞങ്ങളെ നിന്റെ കയ്യിൽ അമ്മേ, നീ ഞങ്ങളെ കാക്കണം. ആ പാട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പാടിക്കേ. ആ പാട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ മൈക്കിൻ്റെ മ്യൂട്ട് മാറ്റി പാടട്ടെ. ആർക്കറിയില്ലേ? ആർക്കെങ്കിലും അറിയോ? പാട്ടുകാർ കുറേ ഉണ്ട്, ഒരെണ്ണത്തിന് അറിയില്ലേ പാട്ട്? ആ പാടി അജിത്. നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനര ഞവും കാത്തിടാൻ കെൽപ്പഴും താങ്ങായി നിന്നെ നിൻ പുത്രനേൽപ്പിച്ചു ഭാരമത്തേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. നിത്യസഹായം വേണ്ട, ഒരാൾ പാടിയാൽ മതി. മേരി ജോസഫ് മ്യൂട്ട് ചെയ്യുക. അജിത, രണ്ടാൾ പാടിയാൽ രണ്ടും ഭിന്നിച്ച് നിൽക്കും, അതുകൊണ്ട് ഒരാൾ പാടിയാൽ മതി. പാടിയ അജിത. നിത്യസഹായം നീ എന്നുള്ള ബോധമേ ഞങ്ങളിലാഴമായി വളരുവാൻ നല്ലൊരു വരമിന്നു നൽകണേ. നിന്മക്കൾ കേഴുന്നിതാ മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. മതി, താങ്ക് യു. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെയാണ്, ഒരു പോയിന്റിലാണ് 2, 3, 4 പേരായാലും ഒരുമിച്ച് പാടിയാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളിരിക്കുന്ന വെവ്വേറെ സ്ഥലത്താണ്. ഓൺലൈനിൽ അങ്ങനെ പാടുമ്പോൾ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മറ്റാളുടെ സ്വരം കേൾക്കുള്ളൂ എല്ലാവർക്കും. അതുകൊണ്ട് ഓൺലൈനിൽ ഒരുമിച്ച് പാട്ട് പാടാൻ പാടില്ല. നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷ നോക്കിക്കോ. ഒരാളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് പാടുക, ഒരാൾ കേരളത്തിൽ നിന്ന് പാടുമ്പോൾ അതിങ്ങനെ മുളച്ച് നിൽക്കും വേറെ. അതുകൊണ്ട് പാട്ട് പാടുമ്പോൾ ഓൺലൈനിൽ ഒരാളെ പാടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് എത്ര പേർക്ക് വേണേൽ പാടാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ജെസ്സി വരവൊന്നുമില്ലേ? ജെസ്സി എത്ര സമയമായി? 10:20 ജെസ്സി ഇല്ലേ? ഞാനിവിടെ ഉണ്ട്. ആ, എന്നിട്ടാണ് തുടങ്ങിക്കൊന്ന. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് സ്തുതിച്ച എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.